ഇന്നത്തെ ക്യാമ്പിങ്ങിന് സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടാൽ നാടൻ ബോംബ് പോലെ ഇരിക്കും. ഇത് റാഗി മുദ്ദയാണ്. അതേപോലെ തന്നെ നല്ല അടിപൊളി മുട്ട റോസ്റ്റും ഉണ്ട്. കിണറോ? പുല്ലൊക്കെ മൊത്തം നല്ല ഗോൾഡൻ കളർ, നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ചെറിയൊരു കാറ്റും വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് നല്ല കട്ട ചൂടാണ്. പറഞ്ഞ പോലെ നമ്മുടെ സൂര്യൻ വന്നിട്ടുണ്ട്. സൂര്യന് വലിപ്പം കൂടി കേട്ടോ. വേനൽക്കാലം ആകുന്തോറും സൂര്യന് വലിപ്പം കൂടുമെന്നാണ് തോന്നുന്നത്. നല്ല റെഡ് കളർ, നല്ല കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നല്ല വലുപ്പത്തിൽ സൂര്യാസ്തമയം കാണുന്നുണ്ട്. മൂന്നാഴ്ചയോളമായി നല്ലൊരു ക്യാമ്പിങ്ങിനൊക്കെ പോയിട്ട് എല്ലാം റെഡിയാക്കി, സ്ഥലമൊക്കെ നോക്കി വെച്ച് എല്ലാം റെഡിയായി ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ പകുതി വഴി ചെല്ലുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ആനയുണ്ട്, കടുവ ഇറങ്ങിയിട്ടുണ്ട്, പുലി ഇറങ്ങിയിട്ടുണ്ട്, അതും അല്ലെങ്കിൽ ക്ലൈമറ്റ് വലിയ മഴ ഇടിയും വരുന്നുണ്ടെന്ന് ഒക്കെ പറയുന്നത് അപ്പോഴായിരിക്കും. അങ്ങനെ 3 ആഴ്ച നമ്മൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോഴെല്ലാ കാര്യങ്ങളും അറിയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് വരുമ്പോൾ പോകുന്ന വഴിക്കുന്നായിരിക്കും ആൾക്കാർ പറയുന്നത് പകൽ തന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ആന വഴിക്കുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കണം. പകലും നടക്കാൻ പറ്റത്തില്ല, പിന്നെ രാത്രി എന്തായിരിക്കും സ്ഥിതി. അപ്പോൾ ഈ പ്രദേശം നല്ല ആൾ താമസമൊക്കെ ഉള്ളതാണ്, ഈ ചുറ്റുപാടൊക്കെ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വന്യമൃഗങ്ങളൊന്നും വരാത്ത സ്ഥലമാണ്. ഈ നോക്കുക, ഈ പുല്ലൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് നല്ല കട്ട ചൂടായിരുന്നു. ഞാൻ വരുമ്പം സൂര്യൻ ഏകദേശം സൂര്യാസ്തമയം ആയിട്ടില്ല. ഇപ്പം സൂര്യന് ആ മേഘത്തിൻ്റെ അകത്തൊക്കെ കയറിപ്പോയി. സൂര്യാസ്തമയം സൂര്യോദയം ഒന്നും നമുക്ക് കൃത്യമായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ അതേപോലെ ഒരു കാലാവസ്ഥയാണ്. അതേപോലെ തന്നെ നിലമൊക്കെ നല്ല ചുട്ട് പഴുത്ത് കിടക്കുകയാണ്. നമുക്ക് ഈ ഭാഗത്തായിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ആറിയിട്ട്, ഇപ്പം തന്നെ ആറി ഒരു ചെറിയ തണുപ്പൊക്കെ വരാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നമുക്ക് ടെൻറ്റ് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം. അടിയിൽ നല്ല പുല്ലാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ടെൻറ്റിൻ്റെ അകത്തിരിക്കാം. കുറച്ച് നല്ല ഇരുട്ടായിട്ട് അടിയിൽ നിന്നുള്ള നല്ല ചൂടാണ്. ചൂടൊക്കെ മാറി നല്ലൊരു തണുപ്പിലോട്ട് വരുന്നുണ്ട്. പിന്നെ എല്ലാവരും ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. പാമ്പുകളുടെയൊക്കെ കന്നിമാസമാണ്. അപ്പോൾ ഇത് ഇഷ്ടം പോലെ ഇറങ്ങും. പ്രത്യേകിച്ച് നമ്മൾ രാവിലെയൊക്കെ എണീച്ച് ഇതിലേക്ക് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇവർക്ക് ഈ മഞ്ഞ് വീഴുമ്പം രാവിലെ കിടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഒരു ഇളം വെയിലും കൊണ്ടിട്ട് ഇവന്മാർ വീട്ടിൽ പോകത്തുള്ളൂ. അതേപോലെ തന്നെ ഈ സന്ധ്യ ആകുമ്പോൾ ഇറങ്ങുകയും ചെയ്യും. സന്ധ്യ ആകുമ്പം
ഈ ഒരു തണുപ്പൊക്കെ വരുമ്പോഴേക്കും ഇവർ ഇറങ്ങുകയും ചെയ്യും. ആ കാര്യങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ അണലി വർഗ്ഗത്തിൽപ്പെട്ടത്. ഇത് മറ്റുള്ള പാമ്പുകളൊക്കെ നമ്മളെ കണ്ട അനങ്ങുമെങ്കിലും ചെയ്യും. ഈ അണലി വർഗ്ഗത്തിൽപ്പെട്ട സാധനം അനങ്ങത്തുമില്ല. നമ്മളതിനെ കയറി ചവിട്ടുമ്പോഴായിരിക്കും അത് കടിക്കുകയും ചെയ്യുന്നത്. അത് വളരെ വിഷമുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പം നമ്മൾ ഒരുപാട് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അപകടങ്ങളൊക്കെ സംഭവിച്ചേക്കാം. ആ കാര്യങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ സേഫായിട്ട് ക്യാമ്പ് ചെയ്യാനും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഈ പുല്ല് ചെത്താൻ വേണ്ടി, ഈ പുല്ല് നമ്മൾക്ക് പുൽക്കൂടുണ്ടാക്കാൻ വേണ്ടി അടിപൊളി സംഭവമാണ്. ഒരമണിക്കൂർ കൊണ്ട് ചെത്തുവാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് പുല്ല് കിട്ടും. ഇരുട്ടായി വരികയാണ്. കാക്കകളൊക്കെ വീട്ടിൽ പോവുകയാണ് എല്ലാവരും ഒരുമിച്ച്. ഇതാ എന്തോരം കാക്കകളാണ് വരുന്നത്. എല്ലാം കൂടി ഒരുമിച്ച്, ഇവരെല്ലാം കൂടി ഒരു മരത്തിലാണ് താമസിക്കുന്നതെന്നാണ് തോന്നുന്നത്. അവിടെ ആ ഭാഗത്തോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുകളൊക്കെ എല്ലാവരും ഓരോരുത്തരായിട്ട് പോകുന്നുണ്ട്. ഇരുട്ടായതിനു ശേഷം ഇവിടെ കാണാനൊന്നുമില്ല. അത് കാരണം തന്നെ എല്ലാവരും തിരിച്ചു പോവുകയാണ്. ചന്ദ്രൻ കുറച്ച് മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. നമുക്കെന്തായാലും കുറച്ചും കൂടി ആൾക്കാർ പോകാനുണ്ട്. അവരും കൂടി പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല ഇരുട്ടാകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോഴത്തേക്കും നല്ലൊരു തണുപ്പും കൂടിയാവും. അങ്ങ് ദൂരെ മലയുടെ മുകളിൽ നല്ല വെളിച്ചം കാണുന്നുണ്ട്. അതെന്തോ പള്ളിയോ അമ്പലമോ എന്തോ ആയിരിക്കണം. ഇനി അങ്ങോട്ട് പള്ളിപ്പെരുന്നാളും ഉത്സവവും എല്ലാം അടിപൊളി പരിപാടികളാണ് ഇനി. അപ്പോഴൊന്നും മിസ് ചെയ്യാൻ പാടില്ല. എല്ലാം പങ്കെടുത്തോണം. എപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നിട്ട് എല്ലാം ക്ലോസ് ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോഴുള്ള ചാൻസൊക്കെ മാക്സിമം എല്ലാവരും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് എന്തായാലും ഇനി ടെൻറ്റിൻ്റെ അകത്തോട്ടിരിക്കാം. അരേ ഭഗവാൻ ക്യാ ഹുവാ, ഈ ഡയലോഗാണ് നാട്ടിൽ മൊത്തം. ഇപ്പം ഞാൻ വന്ന ഉടനെ ടെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്യുമ്പം താഴെ ഇരുന്ന ആൾക്കാരെ വിളിച്ച് ചോദിക്കുക, അരേ ഭഗവാൻ ക്യാ ഹുവാ. പാമ്പുകളുടെ സീസണാണ്. അപ്പോൾ പാമ്പിനെയൊക്കെ നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോൾ അകറ്റി നിർത്താൻ വേണ്ടി ഞാൻ ഇന്നാൾ വാങ്ങിച്ചു വെച്ചാണ് കർപ്പൂരമാണ്, പച്ച കർപ്പൂരം. കുറച്ചെണ്ണം ഇവിടെ കിടക്കട്ടെ. പുറകിലും 2 സൈഡിലും കൂടി കുറച്ച് പുല്ല. ഇന്ന് നമുക്കൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കി നോക്കാം. മുദ്ദ, റാഗിയുടെ പൊടി വെച്ചിട്ട് ഒരു ഉണ്ട കണക്കൊരു സാധനം ഉണ്ടാക്കും. കണ്ട ഷോർട്ട് പുട്ട് പോലെ ഒരു കറുത്ത കളറിലുള്ളൊരു സാധനമാണ്. അപ്പോൾ കർണാടക, തമിഴ്നാട്ടിലൊക്കെ കിട്ടും ഈ സംഭവം. അപ്പോൾ ഇന്ന് മുദ്ദ ഉണ്ടാക്കുന്നു. കുറേ നാളായി ഞാൻ ഈ സാധനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾക്കിന്ന് മുദ്ദ ഒന്നുണ്ടാക്കി പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. കുളമാകാതിരുന്നാൽ മതി. പുല്ലിൻ്റെ പൊടി ഒരുപാടുണ്ട്. സംഭവമൊക്കെ സിമ്പിൾ പരിപാടിയാണ്. ഇത് തരിയില്ലാണ്ട് ഇളക്കാനാണ് പണി. ഇതൊക്കെ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ. എപ്പോഴും ചോറൊക്കെ കഴിച്ചാൽ എന്തോ രസമായിരിക്കും. ഇനിയാണ് ഇതിൻ്റെ പ്രയോഗം. ഇത് ഇളക്കി കട്ടയില്ലാതെ ഇളക്കണത്. നമുക്ക് മുട്ടക്കറി വെക്കാം. ഇതിൻ്റെ കൂടെ നല്ല എരിവുള്ള കറിയാണ്. ചെറിയ പരിപാടിയാണ്. ഒരു 5 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. പിന്നെ കറി വെക്കാനുള്ള പരിപാടി. നമ്മൾ ഉണ്ടാക്കിയ ഉണ്ട എന്തായാവോ. ഇത് കുറച്ച് തണുക്കണം. തണുത്തിട്ടേ അതിങ്ങനെ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കണം.
നമ്മുടെ കറി ഒന്ന് റെഡിയായി വരട്ടെ. ആഹാ, കൂര കൂട്ടിയിട്ടാണ്. ചന്ദ്രൻ്റെ ഒന്നും പൊടി പോലും കാണാനില്ല. മൊത്തത്തിൽ മൂടലാണ്. അങ്ങ് ദൂരെ ഞാൻ പറയാം, മലയുടെ മുകളിൽ എപ്പോഴും വെട്ടമുണ്ട്. അവിടെ അമ്പലത്തിൽ രാത്രി എന്തോ പരിപാടി ഉണ്ടെന്നാണ് തോന്നുന്നത്. അമ്പലമാണോ പള്ളിയാണോ? പള്ളി അത്രയും മലയുടെ മുകളിൽ കാണത്തില്ല. ഏകദേശം ഒരു ഉണ്ടയായിട്ടുണ്ട്. കുറച്ചും കൂടെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതിനകത്തൊന്ന് ഇട്ട് ഉരുട്ടിയാൽ മതി, ഉണ്ടയാവും. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ക്യാമ്പിങ്. അപ്പോൾ നമ്മളുടെ നാടൻ ബോംബും നല്ല മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ നോക്കാം. ഞാനേ ഈ പാത്രം അങ്ങ് കഴുകി എന്നിട്ട് അതിങ്ങനെ ഇങ്ങോട്ട് ഉരുട്ടി മുട്ടക്കറി. കണ്ടാലും നാടൻ ബോംബ് പോലെ ഇരിക്കും. ഇത് റാഗി മുദ്ദയാണ്. അതേപോലെ തന്നെ മുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഞുള്ളിയും എടുക്കുക. എന്താണോ കറിയുള്ളത് അത് കൂട്ടി ഇങ്ങനെ പിടിക്കുക. ചവയ്ക്കൊന്നും വേണ്ട. 1 2 തട്ട അങ്ങോട്ടും ഇങ്ങോട്ടും താഴോട്ട് ഇറങ്ങിക്കോളുക. പിന്നെ ഇത് അധികം കഴിക്കണ്ട കേട്ടോ. ഈ ഒരെണ്ണം തന്നെ കഴിച്ചാൽ മതി. നല്ല ഹെവി ആയിട്ടുള്ള ഫുഡാണിത്. പെട്ടെന്നൊന്നും വിശക്കത്തില്ല. നമ്മൾ നല്ല ചൂടോടുകൂടി നമ്മുടെ മുദ്ദ കഴിച്ചതിൻ്റെ എഫക്റ്റാണ്. നല്ല ചൂടായി. ഇനി നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് മഞ്ഞ കൊള്ളാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാം അല്ലേ? കാറ്റ് തെറിച്ച് എൻ്റെ കാറ്റ് കൂടും. നേരെ പുറത്തോട്ട് ഇറങ്ങി നോക്കാം. രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. സൂര്യോദയം ഇനി ആയിട്ടില്ല. നല്ല ലൈറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ കാർമേഘമാണ്. അത് കാരണമാണ് കുറച്ചും കൂടി ലേറ്റ് ആകുന്നത്. അല്ലെങ്കിൽ നമുക്ക് തൊട്ട് താഴെ വെച്ച് കാണാൻ പറ്റും. അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് നല്ല കാർമേഘമാണ്. അതിനുമുണ്ട് നല്ല ചുമന്ന കളറ്. നല്ല തണുപ്പുമുണ്ട്. അടിപൊളി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ സൂര്യോദയം നല്ല രീതിയിലായിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇതുവരെ സൂര്യനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. നല്ല മൂടലാണ്. നമ്മൾക്ക് ആ ഭാഗത്തോട്ട് മാറി ഇരുന്നിട്ട് ഓരോ കട്ടൺ വെച്ചടിക്കുകയാണ് പരിപാടികൾ നോക്കാം. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു യമണ്ടൻ കാർമേഘം നല്ല ചുമന്ന കളറിൽ നിൽപ്പുണ്ട്. നമ്മൾക്ക് കിഴക്ക് ഇതുവരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു കട്ടൺ വെച്ചിട്ട് വരാം.
രാവിലെ നല്ല ഇളം കാറ്റിൽ നല്ല തണുപ്പും കൊണ്ടിരുന്നിട്ട് ഒരു കട്ടൻ അടിച്ചാണല്ലോ, അടിപൊളിയാണ്. നമ്മൾ വൈകുന്നേരം വരുമ്പോൾ ചൂടും ഉഷ്ണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഈ രാവിലത്തെ ഈ കാറ്റുണ്ടല്ലോ, നല്ല ഇളം കാറ്റടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൂര്യൻ്റെ ഒരു ചെറിയ ഇളം ചൂടും ഉണ്ട്. നമ്മൾ ഓൾറെഡി ഒരു കട്ടനടിച്ച് അകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രാവിലത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എവിടെയാണെങ്കിലും നല്ല അടിപൊളി സംഭവമാണ്. ഞാനിനി ഏകദേശം ഒരു അരമണിക്കൂറും കൂടി എല്ലാം പാക്ക് ചെയ്യണം. അരമണിക്കൂറും കൂടി ഇവിടെ ഉള്ളൂ. ഒരു 8 മണിയൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാവും ഇവിടെ. അപ്പോഴും നമുക്കെല്ലാവർക്കും വീണ്ടും ഒരു ക്യാമ്പിംഗ് വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും